എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഞാൻ സുകുമാരൻ ചാലിയത. സുനന്ദ മാസ്റ്ററെ ഞാൻ പരിചയപ്പെടുന്നത് വിനോദ് മാസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല, ഇവിടെ വന്നപ്പോഴാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ് അക്കരെ കവികൾ. അതാണ് ഇവിടെ ഇത്രയും നല്ല കവികളും നല്ല കുട്ടികളും എല്ലാം നമുക്ക് അക്കരെ കവികളായിട്ട് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഇത്രയൊരു മനോഹരമായ ഒരു അക്കരെ കവികളെ വേറെ ഒരു ജില്ലയിലോ അല്ല വേറെ ഒരു സംസ്ഥാനത്തോ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ വളരെ സന്തോഷമുണ്ട്, ഞാനവരെ ഒപ്പം ചേർക്കുന്നു, എന്നെയും അവർ ഒപ്പം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ വന്നതിൽ, എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഞാൻ OCLF റിസോഴ്സ് പേഴ്സൺ ആണ്. ഇവിടെ കുട്ടികളുടെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുക, അത് കുട്ടികൾ തന്നെ നയിച്ച് കുട്ടികൾ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹിത്യോത്സവം കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു. വ്യത്യസ്തങ്ങളായ കുട്ടികളിൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, കുട്ടികളുടെ സാഹിത്യം, അതുപോലെ തന്നെ കുട്ടികളുടെ രാഷ്ട്രീയം, ക്ലാസ് മുറിയിലെ ജനാധിപത്യം തുടങ്ങി ഒരുപാട് ചിത്രം, സിനിമ തുടങ്ങി വിവിധങ്ങളായ മേഖലകൾ ചർച്ച ചെയ്ത് അത് പ്രതിഭകളായ കുട്ടികൾ അത് ക്ലാസ് എടുക്കുകയും അത് മറ്റു കുട്ടികളിലേക്ക് എത്തിക്കുകയും അവർക്ക് കുട്ടികൾക്ക് പറയാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ക്യാമ്പാണ് ഇവിടെ. നല്ലൊരു അനുഭവമാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഞങ്ങളിതൊരു എക്സ്പീരിയൻസ് എന്നൊരു രീതിക്ക് കോർഡിനേറ്റ് ചെയ്തതായിരുന്നു, പക്ഷെ അതിന് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ മുതിർന്നവരുടെ സാമ്പത്തികമായിട്ടുള്ളൊരു ഭാഗമല്ലാതെ ബാക്കിയെല്ലാം കുട്ടികളാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. തരൂര് കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെയും സുനന്ദൻ മാസ്റ്റർ അനുസ്മരണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ 23-24 തീയതികളിൽ കുട്ടികളുടെ സാഹിത്യോത്സവവും ഒപ്പം തന്നെ സുനന്ദൻ മാസ്റ്റർ അനുസ്മരണവും സംഘടിപ്പിക്കപ്പെടുകയാണ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ തൊട്ട പക്കത്ത് തന്നെ സുനന്ദ മാഷ് നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായുള്ളത്. മാഷ് എൻ്റെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, ഒപ്പം തന്നെ ഞങ്ങളുടെ ക്ഷേത്രത്തിലെ നിത്യ ഗായകൻ, ഒപ്പം തന്നെ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥശാലയുടെ എല്ലാ അക്കാദമിക സാഹിത്യ പരിപാടികളുടെയും വഴികാട്ടി, ഒപ്പം തന്നെ തരൂര് വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നാടകങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ തുടങ്ങി തരൂരിൻ്റെ വിവിധ മേഖലകളിൽ സുനന്ദ മാഷയുടെ നാഡീസ്പന്ദനം നമുക്ക് ഒരിക്കൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും ഉള്ളതാണ്. മാഷയുടെ നേതൃത്വത്തിൽ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള സംഗീത ക്ലാസ് സൗജന്യമായി ഒരു 6 മാസക്കാലം ഇവിടെ നടക്കുകയുണ്ടായി. ഈ KP കേശവൻ ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പങ്കുവയ്ക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സുനന്ദ മാഷയുടെ അനുസ്മരണം തരൂരിൽ വെച്ച് നടത്തണമെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടിയായ വിനോദ മാഷ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയും അതിലേറെ അഭിമാനത്തോടും ഒപ്പം തന്നെ ശ്രീ സുനന്ദ മാഷ എന്നും തരൂരുകാർക്ക് അന്യനല്ല എന്ന് ഓർക്കപ്പെടുന്നതിൻ്റെ പുതിയ ഒരു ഓർമ്മ പങ്കുവെക്കലും കൂടി ഇവിടേക്ക് കടന്നു വരുന്നത് എന്നുള്ളതിൻ്റെ വലിയ ആഘോഷത്തിലായിരുന്നു തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥശാലയുടെ ഭാരവാഹികളും ഭരണസമിതിയും ഈ പരിപാടിയെ കണ്ടത്. നിർഭാഗ്യവശാൽ മെയ് മാസം 3-ാം തീയതിയും 4-ാം തീയതിയുമാണ് ഇത് നടത്താനായി ഇവിടെ തീരുമാനിച്ചത്. കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥശാലയിൽ പ്രവർത്തിക്കുന്ന ബാലവേദിയുടെ നേതൃത്വത്തിൽ ഏകദേശം 15 കുട്ടികൾ കഴിഞ്ഞ 1 മാസമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തരൂരിലെ എല്ലാ വീടുകളിലും കയറി നോട്ടീസ് കൊടുക്കുകയും ക്ഷണിക്കുകയും സുനന്ദൻ മാഷയെക്കുറിച്ച് സംസാരിക്കുകയും ഒപ്പം തന്നെ ഗ്രന്ഥശാല ഇത് നടത്തുന്നതിൻ്റെ പ്രാധാന്യവും പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ നമുക്കറിയാലോ, പ്രതികൂല കാലാവസ്ഥയിൽ 3-4 തീയതികളിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. ഇതിനോടനുബന്ധിച്ച് ഏപ്രിൽ മാസം 8-ാം തീയതി പാലക്കാട് ജില്ലയിലെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചിത്രരചന, നമ്മുടെ ജലച്ഛായ വാട്ടർ കളർ മത്സരവും നമ്മളിവിടെ അനുബന്ധ പരിപാടിയായി സംഘടിപ്പിക്കേണ്ടത്. അതിലെ ചിത്രങ്ങൾ കൂടിയാണ് നമ്മളിവിടെ കുട്ടികളുടെ ബാഡ്ജായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. തുടങ്ങി ഇത്തരത്തിൽ സുനന്ദ മാഷയുടെ അനുസ്മരണ പരിപാടി 23-24 തീയതികളിലേക്ക് മാറ്റുകയും ഇന്നലെയും ഇന്നുമായി വളരെ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് ഏകദേശം 110ഓളം കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഈ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധിയായ കുട്ടികൾ അവർ ഇവിടെ ഒത്തുകൂടുന്നു എന്നുള്ളതിൻ്റെ ആവേശത്തിലാണ് തരൂര് നാട് എന്നുള്ളത് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നു. എപ്പോഴും സുനന്ദ മാഷ് ഞങ്ങളുടെ സന്തത സഹചാരിയും വഴികാട്ടിയുമാണ് എന്നുള്ളത് കൂടി അവസരത്തിൽ സൂചിപ്പിക്കട്ടെ. അവധികാലമല്ലേ, കുട്ടികൾ
ധാരാളം പേര് ഈ പഠനത്തിൻ്റെ ഭാരമെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് നാടകം പഠിക്കാനും കവിത പഠിക്കാനും അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതല്ല, ആസ്വദിക്കാൻ തയ്യാറാവുന്ന ഒരു കൂട്ടം. ഒരുപക്ഷെ കുട്ടികളെ സ്നേഹിക്കുന്ന സുനന്ദൻ മാഷിൻ്റെ ഓർമ്മ ദിനമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പി വിനോദൻ മാഷ് ഈ കോമ്പുകുട്ടി സ്മാരക വായനശാലയിൽ ഇങ്ങനെ സംസ്ഥാന തലത്തിൽ കുട്ടികളെ ഒത്തുകൂടി അവർക്കിടയിൽ കവിതയും കഥയും പറഞ്ഞുകൊണ്ട് സാഹിത്യ നിർമ്മിതിയോടെ ഒരു വലിയ വികാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വിനോദൻ മാഷും നാരായണ മാഷും. അത് ഞങ്ങൾക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു സംരംഭത്തിൽ പാലക്കാട് മിന്നാടം എന്ന് പറയുന്ന ഒരു ചെറിയ നാടക ഗ്രൂപ്പ് പഠനവും ഉത്സവമാക്കി കുട്ടികൾക്ക് വികാസം സൃഷ്ടിക്കുന്ന, വ്യക്തിത്വ വികാസം സൃഷ്ടിക്കുന്ന ഒരു രൂപമാണ്. അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു നാടകം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾ തന്നെ രൂപാന്തരപ്പെടുത്തിയ, സാഹിത്യത്തെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നാടകം ഉണ്ടാക്കുക, അത് കുട്ടികളോടൊപ്പം സംവദിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇന്ന് ഇവിടെ കോമ്പുകുട്ടി സ്മാരക വായനശാലയിൽ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ നാടകവുമായി ബന്ധപ്പെടുത്തിയിട്ടും അതിൻ്റെ നാടകത്തിൻ്റെ ഇതര മേഖലകളെ ബന്ധപ്പെടുത്തിയിട്ടും അക്കാഡമിക്കലായിട്ട് പഠിച്ചിറങ്ങിയ സ്കൂൾ ഓഫ് ഡ്രാമയുടെ കൂടെ പ്രതിനിധിയായിട്ടുള്ള നമ്മുടെ പ്രിയ അലിയാറ് ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഓർമ്മ 2024 ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമാണ്. കാരണം നമ്മുടെ മിന്നാടം കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരിടമാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ജില്ലയിലെ തന്നെ പല മേഖലയിലുള്ള 150ഓളം കുട്ടികളാണ് ഇത് ഓർഗനൈസ് ചെയ്യാനൊക്കെ ഒപ്പം നിൽക്കുന്നത്. മിന്നാടത്തിൻ്റെ നാടകം രൂപപ്പെട്ടു വന്നത് ഒരു തിയേറ്റർ ക്യാമ്പിൽ നിന്നാണ്, ഒരു വേനലവധി ക്യാമ്പിൽ നിന്നാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശിബുറാം എന്ന ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഡ്രാമ സ്കൂളിൽ നിന്ന് പഠനം കഴിഞ്ഞിറങ്ങിയ സോജൻ ഗോസ്വാമിയും ജിഷ്ണു ദാമോദരൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സംഘമാണ് ഈ കുട്ടികൾക്ക് പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ നിരവധി അക്കാദമിക്കലായി പഠിച്ചിറങ്ങിയിട്ടുള്ള, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന, കണ്ടെത്തുന്ന കുറേ ആളുകളുടെ ഒരു കൂട്ടമാണ് മിന്നാടത്തെ നയിക്കുന്നത്. ആ മിന്നാടത്തിന് ഇത്തരമൊരു അവസരം തന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഓർമ്മയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും വളരെയേറെ ഈ ക്യാമ്പിന്റെ മൊഡ്യൂൾ തുടങ്ങി പത്രസമ്മേളനം വരെ കുട്ടികളാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്, നടത്തിയിരിക്കുന്നത്. യാതൊരുവിധ പങ്കും മുതിർന്നവർ ഇതിൽ നിന്ന് ഏറ്റെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ എല്ലാ സംഘടനയും കുട്ടികൾ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും ഗംഭീരമായി ഇപ്പോൾ നടന്നു പോകുന്നു. മാത്രമല്ല, ഞാൻ കണ്ടത് ഏറ്റവും വലിയൊരു അദ്ദേഹത്തിൻ്റെ ഗുണം, നമുക്ക് ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയതിൽ ഞാൻ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിൽ ദുഃഖിക്കുന്ന ഒരു കാര്യം,
എതിരഭിപ്രായമുള്ളവരോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സംയമനത്തോടെയുള്ള വളരെ ഒരു വലിയ വൈകാരികതയൊന്നും ഇല്ലാത്ത ഒരു പെരുമാറ്റമുണ്ട്. അതൊക്കെ ഒരു പാഠമാക്കേണ്ടതാണ്